ജോബിന്റെ പുസ്തകം 27 അധ്യായം 23 പറയുന്നു, മനുഷ്യൻ അവന്റെ നേരെ കൈകൊട്ടും, അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ വിരട്ടി പുറത്താക്കും. പലപ്പോഴും ദൈവമക്കൾ കൈകൊട്ടുന്നതിനെ വിമർശിക്കുന്ന അനേക കൂട്ടരുണ്ട്. അനേകർ കളിയാക്കുവാൻ വേണ്ടി തയ്യാറെടുത്ത് മുമ്പോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ വചനത്തിൻ്റെ അത്യന്ത ശക്തിക്കകത്ത് വിളിച്ചു പറയട്ടെ, ദൈവമക്കൾ ഒരു ഭവനത്തിൽ ഇരുന്ന് 2-3 പേർ ചേർന്ന് കരമടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, അവർക്ക് വിരോധമായി ചലിക്കപ്പെട്ട പൈശാചിക ആധിപത്യങ്ങളുടെ അടിവേര് ഈ കരവടിക്കകത്ത് തകരുകയാണ്. വചനം പറയുന്നു, മനുഷ്യൻ അവൻ്റെ നേരെ കൈകൊട്ടും, അവനെ അവിടുന്ന് വിരട്ടി പുറത്താക്കും. അവനെ ഭത്സിച്ചെന്നല്ല, ശാസിച്ചെന്നല്ല, ദൈവമക്കൾ ആത്മാവിൽ കൈയടിക്കുമ്പോൾ പൈശാചികാധിപത്യങ്ങൾ ദേശത്തു നിന്ന് തകരുകയാണ്. ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, അനേക വ്യക്തിത്വങ്ങൾ കരമടിക്കാറുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാറുമില്ല. പക്ഷേ 2-3 പേർ ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിൽ കരമടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തുള്ള ആൾക്കാരെല്ലാം ഇളകുക. ഇവരുടെ പ്രാർത്ഥന ശരിയല്ല, ഇവരെ ഈ സ്ഥലത്ത് നിന്ന് ഓടിക്കണം. എന്താ പറ്റിയേ? പൈശാചിക ശക്തികൾ അവരെ ഇളക്കി വിടുക. അവരവിടെ നിന്ന് കൈയടിച്ചാൽ എനിക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് അജണ്ട. ദൈവവേദലെ, നീ കരമടിക്കുമ്പോൾ പോലും ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടുകയാണെന്നല്ലേ, അല്ലെങ്കിൽ ഒരു ശക്തി പുറപ്പെടുകയാണെന്നല്ലേ ഈ വചനത്തിൽ കൂടെ തെളിയിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ കരമടിച്ച് പ്രാർത്ഥിക്കുന്നതിന്, കരമടിച്ച് അന്യഭാഷ പറയുന്നതിന്, കരമടിച്ച് ആത്മാവിൽ സ്തുതിക്കുന്നതിന് എന്തിന് പുറകോട്ട് നിൽക്കണം? സാധാരണമായ ദൈവശക്തി ഈ കരമടിക്കകത്ത് പുറത്തു വരുന്നുള്ള ഒരു തിരിച്ചറിവ് വചനത്തിനകത്തിൽ കൂടെ കിട്ടിയെങ്കിൽ ഇന്ന് പറ, ഞങ്ങൾ കരമടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, ഞാനും കൈകൊട്ടി എന്ന് യഹോവയും വിളിച്ചു പറയുന്നു. കർത്താവിൻ്റെ പൈതലെ, അങ്ങനെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഖ്യാപിക്കാം, കർത്താവെ, കരമടിക്കുന്നതിന് ഇങ്ങനെയൊരു വചനഭാഗം ഉണ്ടായിരുന്നോ? ഇതെനിക്കറിയത്തില്ലായിരുന്നു. ഇന്നു മുതൽ കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുക, കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്ത്. നിന്റെ കരമടിക്കകത്തിൽ പോലും അസാധാരണമായ ദൈവശക്തി ചലിക്കപ്പെടുകയാണ്. ദേശത്ത് നിന്നിൽ കൂടി വെളിപ്പെടേണ്ടെന്ന, ദേശത്ത് നിന്നെ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ പുറകിൽ ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഇരുളിൻ്റെ ആധിപത്യങ്ങളെ കരമടിച്ചോടിക്ക്. സാധാരണമായ വിടുതലും വീര്യപ്രവൃത്തികളും നിന്റെ ജീവിതത്തിൽ കൂടെ അത് സംഭവിക്കട്ടെ. ദൈവപ്രസാദം ജീവിതത്തിൽ അത് സ്വീകരിക്കുക. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ അവകാശമായി പ്രാപിക്കുക. നീ ഒരു ദേശത്ത് ആയിരിക്കുന്നതും നിന്നെ കർത്താവ് അഭിഷേകം ചെയ്തതും അത് വെറുതെയല്ല. അതിനെ തിരിച്ചറിയ്. കർത്താവ് പറയുന്നു, ദേശത്ത് മതിൽ കെട്ടി പ്രാർത്ഥിക്കേണ്ടതിന്, ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഞാൻ വ്യക്തികളെ അന്വേഷിക്കുന്നു, പുരുഷനെ അന്വേഷിച്ചു കണ്ടില്ല എന്ന വചനം പറയുന്നത്. അങ്ങനെ നീ ഈ വചനഭാഗം കേൾക്കുമ്പോൾ വിളിച്ചു പറ, കർത്താവെ, ഞാൻ തയ്യാറാ ദേശത്തിന് വേണ്ടി ഇടവിൽ നിൽക്കാൻ, ദേശത്തിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ കർത്തന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ ഞാൻ തയ്യാറെടുക്കുകയാ. ജോഷുവ, മതിൽ എങ്ങനെ തകരണം എന്നുള്ള ആലോചന ലഭിക്കേണ്ടതിന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ അർദ്ധരാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ സ്വർഗത്തിലെ സൈന്യത്തിൻ്റെ അധിപതിയെ അവൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഓപ്പറേഷൻ എരിഹോ, ആ ഓപ്പറേഷൻ എരിഹോ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എരിഹോ മതിൽ തകർക്കുവാനുള്ള തന്ത്രങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആ മനസ്സിലാക്കി കൊടുത്തതിനനുസരിച്ച് താൻ മുമ്പോട്ട് ചുവട് വെച്ചപ്പോൾ അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ കൂടെ സാധ്യമായി. എങ്കിൽ പ്രിയ ദൈവവേദലെ, ഈ ദിവസങ്ങളിൽ ശക്തിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കയറി നിൽക്കുക. കർത്തൻ നിന്നെ ഉപയോഗിക്കും. കർത്താവിൻ്റെ സാന്നിധ്യമായി നീ ദേശത്ത് ആയിരിക്കും. ആ നിലവാരത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.